ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഹെൽത്തി മുരിങ്ങയ്ക്ക സൂപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു വലിയ മുരിങ്ങയ്ക്ക നമ്മൾ സാമ്പാറിനൊക്കെ എങ്ങനെയാണോ മുറിക്കണേ അതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 4 ബീൻസ് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കും. കാരണം സൂപ്പിന് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബീൻസ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കോൺഫ്ലവറോ അങ്ങനത്തെ ഒന്നും ചേർക്കണില്ല. പിന്നെ 2 വലിയ സ്പൂൺ ചോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ സ്വീറ്റ് കോൺ കിട്ടുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. അങ്ങനെ നമ്മൾ വേവിക്കാൻ വെച്ച മുരിങ്ങയ്ക്കയും ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബീൻസും മുരിങ്ങയ്ക്കയും മാത്രമായിട്ട് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കോൺ ഇപ്പം ഇട്ട് കൊടുക്കണ്ട, കാരണം സൂപ്പൊക്കെ ആയി വന്നിട്ട് ലാസ്റ്റ് ആണ് കോൺ ഇട്ട് കൊടുക്കുന്നത്. അത് സൂപ്പിൽ കൂടെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബീൻസും മുരിങ്ങയ്ക്കയും മാത്രം, മുരിങ്ങയ്ക്കയിലെ ഉള്ളിലെ കാമ്പ് മാത്രം എടുക്കുള്ളൂ, തൊലി കളയണം. ഇത് ശരിക്കും നല്ല എന്താ പറയുക, ഒരു അമൃതമാണ് ഈ സൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്രയ്ക്കും ഹെൽത്തിയാണ്. കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവർക്ക് നൈറ്റ് ഇത് കുടിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീനും അയണും ഇമ്മ്യൂണിറ്റി ഒക്കെ ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ അവർക്ക് ഉണ്ടാവുന്ന വിളർച്ചയൊക്കെ ഇതിൽ നിന്ന് ഇല്ലാതെയാവും. അത്രയ്ക്കും ഹെൽത്തിയും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണിത്. അപ്പോൾ മുരിങ്ങയുടെ ഇതുപോലെ കാമ്പ് എടുക്കുക. കാമ്പും കൂടിയും ചേരുമ്പോഴാണ് ആ സൂപ്പിന് നല്ല തിക്നെസ്സും ടേസ്റ്റും കിട്ടുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ കഴിക്കാൻ മടിയായിരിക്കും. ഇതുകൂടി ചെല്ലുമ്പോഴാണ് അവർക്ക് ഇഷ്ടപ്പെടുക, അവരുടെ ടേസ്റ്റ് ആവുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് തൊലി കളയണം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറോ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ അതുപോലെ സൺഫ്ലവർ ഓയിലോ ഒന്നും വേണ്ട. അതിട്ട് കൊടുത്തിട്ട് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കുക, വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി, ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പകുതി സവാള, ഇത്ര മതി. ഇത് ഒരാളുടെ അളവിനാണ് ഉണ്ടാക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആൾക്കാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ അളവ് ഡബിളാക്കിയാൽ മതി. എന്നിട്ട് കുറച്ച് മല്ലിയിലയും ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം ഒരു നുള്ള് മതി, ഒരാൾക്ക് ഒരു നുള്ള് അളവിന് ജീരകം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച നമ്മുടെ അരപ്പ് അതും അതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഫ്രഷ് മുരിങ്ങയില ഒരു ചെറിയ പിടി, ഞാനിപ്പോൾ എത്ര എടുത്തേക്കണേ അത്ര മതി ഒരാൾക്ക് ഒരു നേരം കഴിക്കാൻ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് മതി നമുക്ക് ഈ സൂപ്പ് റെഡിയാക്കിയെടുക്കാൻ. 2 മിനിറ്റിന് ശേഷം നമ്മൾ മുമ്പ് വേവിച്ച് വെച്ച കോൺ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ സൂപ്പ് റെഡിയായി, നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ഇതിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറയാം. ഇതിൽ പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. പിന്നെ ഇത് ലിവർ ഫങ്ഷനെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്ന് നറിഷ് ചെയ്തിട്ട് നമ്മളെ നല്ല ചെറുപ്പക്കാരായിട്ട് ഇരിക്കാൻ സഹായിക്കും. ഓൾ ഇൻ ഓൾ ഇതൊരു ഹെൽത്തി സൂപ്പാണ്. വെയിറ്റ് ലോസ് ചെയ്യണവർ ഉറപ്പായിട്ടും ഈ സൂപ്പ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഒരു 2 വീക്സ് കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ടമ്മിയൊക്കെ നല്ല ഫ്ലാറ്റായിട്ട് ബോഡിയൊക്കെ നല്ല ടോണാവും. അതുപോലെ ബോഡിയിലെ ഡീടോക്സിഫിക്കേഷനും നടക്കും. നൈറ്റിൽ ഡിന്നറായിട്ട് ഈ സൂപ്പ് എടുക്കുകയാണെങ്കിൽ ശരിക്കും നല്ല ബെനിഫിറ്റായിരിക്കും. അതുപോലെ ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർക്കും PCOD, തൈറോയ്ഡ്, ഡയബറ്റീസ് എന്നിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ, ഹെൽത്തിയാണ്, അതുപോലെ അത്രയും ടേസ്റ്റിയാണ്. ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു ഹെൽത്തി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.